Hi friends, welcome back to Asha's Creations. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക തീയലാണ്. അതിനായി ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്കയുടെ രണ്ട് വശവും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കാം. കൊത്തി കൊത്തിയാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ ഈ പാവയ്ക്കയുടെ ഉള്ളിലുള്ള സീഡ്സ് ഒക്കെ എടുത്ത് കളയണം. ഇന്ന് കുക്ക് ചെയ്യുന്നത് എൻ്റെ ഇത്താത്തയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. പാവയ്ക്ക ഉപ്പിട്ട് തിരുമ്മി പിഴിഞ്ഞ് ആ ജ്യൂസ് കളയുകയാണെങ്കിൽ പാവയ്ക്കയ്ക്ക് കയ്പുണ്ടാവില്ല. പക്ഷേ പാവയ്ക്കയുടെ സത്തൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. പാവയ്ക്ക അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട്. പാവയ്ക്ക കൂടാതെ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി നോർമൽ വാട്ടറിൽ തന്നെ സോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഒരു ചുവട് കട്ടിയുള്ള ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇനി ഇത് കുറച്ച് സമയം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 4 ചുവന്നുള്ളി ചേർക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് നല്ലപോലെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ ഈ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തേങ്ങ വറുക്കുന്നതിൻ്റെ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി തേങ്ങ വറുത്തത് നമുക്കൊരു പ്ലേറ്റിലിട്ട് മാറ്റാം. ഈ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തേങ്ങ കരിഞ്ഞു പോവും. ഇനി ആ സെയിം ചട്ടിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി പാവയ്ക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഈ വറുത്ത് വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കാൻ ചിലപ്പോൾ പ്രയാസമായിട്ട് വരും. ഇതിപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എപ്പോഴേക്കും പാവയ്ക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം. ഇനി തീയലിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് വേണം കറിക്കുള്ള വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള
പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്